ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയുമായിട്ടാണ്. ഡിന്നറൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് നല്ല അരി തന്നെ എടുക്കുക. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നീളമുള്ള അരിയാണത്. പിന്നെ അതൊരു 3-4 കപ്പ് എടുക്കുക കേട്ടോ. അപ്പം അരിയുടെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ഒരുപാട് വെള്ളത്തിലാണ് അരി തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല മെലിഞ്ഞ നല്ല നീളമുള്ള അരിനെ എടുക്കുക ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം. അത് മസ്റ്റാട്ടോ. പിന്നെ മുമ്പത്തെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രൈഡ് റൈസിൻ്റെ അരി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളത്തിലാണ് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ ഈ അരിയിലെ സ്റ്റാർച്ചൊക്കെ പോകണം. നന്നായിട്ട് കഴുകി ഒരു വെള്ള കളറിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. അതൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ അരി വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രൈഡ് റൈസ് ആദ്യമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഫ്രൈഡ് റൈസിലേക്കുള്ള അരി എങ്ങനെയാണ് വേവിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. പുതിയതായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിലോട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. നമ്മൾ ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കറികളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക. ഞാനിപ്പം ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഇല്ലായിരുന്നു വരെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീൻസ് എടുത്തിട്ടില്ല. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദാ അരിയുടെ വേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ വെന്ത് കുഴയാനും പാടില്ല, എന്നാൽ നല്ല കറക്റ്റ് വേവും ആവും വേണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി ഒന്ന് കഴിച്ച് നോക്കുക. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ഡ്രെയിൻ ചെയ്യണം പെട്ടെന്ന് തന്നെ. പിന്നെ വേവ് കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ ആക്കിയെടുക്കാം. വല്ലാണ്ട് വെന്ത് കുഴയരുത് കേട്ടോ, അപ്പോൾ പിന്നെ അരി പൊട്ടിപ്പോവും. അപ്പോൾ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേവുകയാണെങ്കിൽ അരി പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓട്ടപാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അരി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് റെഡിയാക്കാം. ഞാനിപ്പം 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ്ഡ് ചെമ്മീൻ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട്. കാരണം ചെമ്മീൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ ചെമ്മീൻ്റെ ഫ്ലേവറൊന്നും നമ്മുടെ ഈ ചോറിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ചെമ്മീനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി പാന് ചൂടാക്കുക, അല്ലെങ്കിൽ കടായി ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുക. എന്നിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ വേണം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതില്ല എന്നാണെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം, പക്ഷേ വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ചൂടുള്ള എണ്ണയിലോട്ട് നമുക്ക് ചെമ്മീൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. ആദ്യം ചെമ്മീൻ മാരിനേറ്റ് ചെയ്തിട്ടില്ല, ചെമ്മീനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് സോയ സോസും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നത്. ഉപ്പ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നില്ല, കാരണം സോയ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഏകദേശം ഒന്ന് ചെമ്മീൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേക ഒരു സ്വാദായിരിക്കും നമ്മുടെ ഈ ഒരു എന്താ പറയുക, ചെമ്മീനിന് നല്ലൊരു മണമൊക്കെ വരും ആ വെളുത്തുള്ളി ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ചെമ്മീനൊക്കെ നല്ലോണം ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ ചെമ്മീനിന് പലരും പറയുന്ന പോലെ ഒരുപാട് കുക്ക് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ചിലരൊക്കെ വേവിച്ചെടുക്കാറുണ്ട് ചെമ്മീൻ സെപ്പറേറ്റ് ആയിട്ട്. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള വേവനേ ഉള്ളൂ ചെമ്മീനിന്. അപ്പോൾ ചെമ്മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് തന്നെ നമുക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സവോള ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണയിലൊക്കെ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം അതുപോലെ ക്യാബേജ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ഇത് കുക്ക് ആവണം എന്നില്ല കേട്ടോ. നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കൂലേ, അങ്ങനെ എടുത്താൽ മതി. വല്ലാണ്ട് കളറൊന്നും മാറണ്ട. അങ്ങനെയാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വീണ്ടും സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ അധികം ചേർത്തിട്ടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഇതിലോട്ട് നമ്മൾ ചേർക്കാനുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല കഴിച്ച് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ടാവും. കാരണം സോയ സോസാണ് ഫ്രൈഡ് റൈസിൻ്റെ മെയിനായിട്ടുള്ളൊരു ചേരുവ, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇതിപ്പം ഈ ഒരു വേവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് വെന്ത കുഴയൊന്നും വേണ്ട കേട്ടോ വെജിറ്റബിൾസ്, അപ്പോഴാണ് ടേസ്റ്റ്. ഇങ്ങനെയാണ് ടേസ്റ്റ്. അപ്പോൾ വീണ്ടും സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു സോയ സോസിൻ്റെ കുറവുണ്ടായിരുന്നു.
ഇനി നമുക്കിതിലോട്ട് ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അത് ഇതിലോട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു മസാല ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു മസാല, വെജിറ്റബിൾസും ചെമ്മീനൊക്കെ കൂടി അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഉപ്പ് പുളിയൊക്കെ പാകത്തിന് വേണം കേട്ടോ. സോയ് സോസാണ് പുളിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അരി ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. പാത്രം എടുത്തിട്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം കമ്പൈനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് കുറേശ്ശെ ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ സ്പാറ്റിലുകൊണ്ട് ഭയങ്കരമായിട്ട് ഇളക്കിയെടുക്കുമ്പം അരി പൊട്ടിപ്പോവും. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പാത്രം ഇങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഇനിയിപ്പോൾ അത് പറ്റാത്തവരാണെങ്കിൽ പതുക്കെ വേണം അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ചോറ് നമ്മൾ ഓൾറെഡി കുക്കാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ആവാനുള്ളൂ. കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചോറിലൊക്കെ അത്യാവശ്യം ഉപ്പ് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോയ് സോസ് അല്ലെങ്കിൽ കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയിൽ കുറച്ച് സോയ് സോസ് മിക്സ് ചെയ്തിട്ട് ഒന്ന് മുട്ട ചിക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ തട്ടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഡിന്നറിന് ചപ്പാത്തി കറി അല്ലെങ്കിൽ ദോശ കറികൾ അതൊക്കെ ഉണ്ടാക്കുന്നതിലും വളരെ സിമ്പിളാണ് ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യം കഴിയുമല്ലോ. ഒരൊറ്റ പാത്രത്തിലെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതല്ലേ. പ്രത്യേകിച്ച് ചെമ്മീൻ അല്ലെങ്കിൽ ചിക്കനൊക്കെ ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. രാത്രിയിലൊക്കെ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. ചെമ്മീനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു റൈസിൽ, മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റൈസാണ്. ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കുക. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഞാൻ കുറേ മുമ്പ് ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ചെമ്മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് റെസിപ്പിയാണ്. പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും റെസിപ്പീസ് ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.